പ്രൈസ് ലോർഡ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം തന്ന കർത്താവിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നിങ്ങളുടെ പരാജയം കാണാൻ, നിങ്ങൾ നശിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. ചില ശത്രുക്കളുണ്ട്. എങ്കിൽ ആ ശത്രുവിൻ്റെ മധ്യത്തിൽ നിങ്ങളെ ഉയർത്തി മാനിക്കുന്ന ഒരു കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ നശിക്കാൻ സമ്മതിക്കാതെ, നിങ്ങൾ പരാജയപ്പെട്ടു പോകാൻ സമ്മതിക്കാതെ നിങ്ങളുടെ കരത്തെ പിടിക്കുന്ന നല്ലൊരു പിതാവ് ഇന്ന് ഈ പകൽക്കാലം നിങ്ങളുടെ ചാരയുണ്ട്. വീടിനകത്ത് മരിച്ച അവസ്ഥകൾ, ചില കുടുംബജീവിതമാകാം, ചില മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാകാം. അങ്ങനെ ചില മരിച്ചതുപോലെ ഇരിക്കുന്ന വീടിനകത്തിരിക്കുന്ന അവസ്ഥകളുടെ മേൽ കർത്താവ് ഈ ദിവസം അത്ഭുതം ചെയ്യാൻ പോകുന്നു. വീടിനുള്ളിൽ മരിച്ചതുപോലെ ഇരിക്കുന്ന അവസ്ഥകളുടെ മേൽ കർത്താവ് അത്ഭുതം ചെയ്തു അതിനെ സന്തോഷമാക്കി മാറ്റാൻ പോകുന്നു. പ്രിയമുള്ളവർ, നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലാണോ എന്നെ കേൾക്കുന്നത്? എങ്കിൽ ഇന്ന് നിങ്ങൾക്കുള്ള ദിവസമാണ്. ദൈവം നിങ്ങളുടെ ആ മരിച്ച അവസ്ഥകളെ മാറ്റി അതിനെ ജീവൻ വെപ്പിക്കുന്ന അവസ്ഥയാക്കി ഒന്ന് മാറ്റാൻ പോകുന്നു. നിന്നെ നശിച്ച് കാണാൻ ചില കരങ്ങൾ ആഗ്രഹിക്കും. നിങ്ങളൊന്ന് നശിച്ച് കാണാൻ, നിങ്ങളെ നശിപ്പിക്കാൻ ചില കരങ്ങൾ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ നശിക്കാൻ സമ്മതിക്കാതെ കർത്താവിൻ്റെ കരം നിങ്ങളെ താങ്ങുകയാണ്. നിങ്ങൾ സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാത്ത ചില പരിഹാരം ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്നു. ഈ ദിവസങ്ങൾ നിങ്ങളുടെ വിടുതലിൻ്റെ ദിവസമാണ്. അതേ പ്രിയമുള്ളവരെ, 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അതെ, നിങ്ങളുടെ സകല വിഷയങ്ങളും കർത്താവിന് ഇന്ന് വിട്ടുകൊടുത്തേ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം, നിങ്ങളുടെ പരാജയം ഇനിയില്ല, നിങ്ങൾ നശിച്ചു പോകത്തില്ല. നിങ്ങളുടെ ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി അപ്പാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് കർത്താവെ എന്നെ കേൾക്കുന്ന ഈ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. മക്കളുടെ ജീവിതത്തിലായിരിക്കുന്ന അവസ്ഥകൾ പിതാവെ നീ അവിടുന്ന് അറിയുന്നുവല്ലോ. മക്കളുടെ ജീവിതത്തിൽ മരിച്ച അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ചില ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനെ ചില വീട്ടിനുള്ളിൽ മരിച്ച അവസ്ഥയിലിരിക്കുന്ന ചില മരണകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയപ്പെടട്ടെ. കർത്താവെ, ലോകം തരുന്ന സന്തോഷമല്ല, ക്രിസ്തു നൽകുന്ന സ്വർഗത്തിൻ്റെ സന്തോഷം ഇന്ന് മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെട്ടതിനായി നന്ദി കർത്താവെ. അപ്പം മക്കളുടെ നാശം കാണാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ നീ മക്കളെ ഉയർത്തി മാനിക്കുന്നതിനായി സ്തോത്രം. നിന്നെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കർത്താവെ മുമ്പിൽ നീ മക്കളെ ജയാളികളെ നടത്തുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. നിന്നെ പരാജയപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ കർത്താവെ അവർ താങ്ങുന്നൊരു കരമുണ്ടെന്ന് അനേകർ കാണുവാൻ തക്കവണ്ണം കർത്താവെ നീ മക്കളുടെ ജീവിതത്തിൽ അസാധാരണമായ അത്ഭുതങ്ങളെ ഈ ദിവസങ്ങളിൽ അങ്ങ് അവിടുന്ന് ചെയ്യാൻ പോകുന്നുള്ളപ്പം യേശുവിൻ്റെ നാമത്തിൽ മക്കളുടെ കർത്താവ് ജോലി സംബന്ധമായ മേഖലകളിൽ നിന്ന് അത്ഭുതം ചെയ്യുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കട്ടെ. ചില നേവിയായിട്ട് ബന്ധപ്പെട്ട് ചില ജോലികളുടെ മേൽ കർത്താവ് എന്ന് ഒരു അത്ഭുതം ഈ ദിവസങ്ങളിൽ അവിടുന്ന് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപ്പ അങ്ങ് അവിടുന്ന് ഈ മക്കളെ വിടുവിക്കണം. കർത്താവെ, അങ്ങ് ഈ മക്കളെ അവിടുന്ന് രക്ഷിക്കണം. അപ്പ ദൈവമേ, ആരാലും എന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല, ആരാലും എന്നെ വിടുവിക്കാൻ കഴിയത്തില്ലെന്ന് കരുതിയിരിക്കുന്ന ചിലവരുണ്ടപ്പ. ഇന്ന് കർത്താവെ അവരുടെ ജീവിതത്തിൻ്റെ മേൽ ഇന്ന് അങ്ങ് അവിടുന്ന് തൊടുന്നതിനായി നന്ദി കർത്താവെ. അങ്ങ് മക്കളെ വിടുവിച്ചതിനായി നന്ദി. അപ്പം യേശുവിൻ്റെ നാമത്തിൽ മക്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് മാറിപ്പോട്ടെ കർത്താവെ. പ്രതികൂല അവസ്ഥകൾ മാറട്ടെ കർത്താവ്. എല്ലാം അനുകൂലമാക്കി അങ്ങ് അവിടെ നിന്ന് തീർത്തതിനായി സ്തോത്രം കർത്താവെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നീ പകൽക്കാലം മക്കളുടെ ജീവിതത്തിൽ സന്തോഷം മടങ്ങി വരട്ടെ കർത്താവെ. അവന്ന് അനുഗ്രഹം അവിടുന്ന് മടങ്ങി വരട്ടെ. സന്തോഷം നഷ്ടപ്പെട്ടു പോയ ചിലരിനെ കേൾക്കുന്നു. സന്തോഷിക്കാൻ ഒന്നും പറ്റാതെ വർഷങ്ങളായി സന്തോഷിക്കാൻ മറന്നുപോയ ചില വ്യക്തികളുണ്ട് കർത്താവെ. അവരുടെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം മുതൽ സന്തോഷം മടങ്ങി വരട്ടെ. നിന്നെ സ്വർഗീയ സന്തോഷത്താൽ മക്കളോട് നിറയപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മനസ്സിലായിരിക്കുന്ന ഭാരങ്ങൾ ഇപ്പോൾ തന്നെ അവിടുന്ന് മെഴുകുപോലെ അവിടുന്ന് ഉരുകി മാറട്ടെ അപ്പ.
അങ്ങ് കർത്താവെ ഈ മക്കളെ അവിടുന്ന് തൊട്ടതിനായി, വിടുവിച്ചതിനായി, അത്ഭുതം ചെയ്തതിനായി സ്തോത്രം കർത്താവെ. അപ്പോൾ ആ മക്കളായിരിക്കുന്ന അവസ്ഥകൾ അങ്ങ് അവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവെ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കരം മക്കൾക്ക് കാവലായും കോട്ടയം അവിടുന്നുള്ളതിനായി സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ. അപ്പോൾ ആ വീൽ ചെയറിൽ ഇരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു കർത്താവെ. അവർക്കൊന്ന് എഴുന്നേക്കണമെന്നുണ്ട്. പല മെഡിസിൻസുകൾ കഴിച്ചു നോക്കി, പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു നോക്കി, എന്നിട്ടും ഒരു രക്ഷയില്ല. പക്ഷേ കർത്താവെ അങ്ങ് ഇന്ന് മക്കളുടെ കരത്തിൽ തൊടുമ്പോൾ ഇപ്പോൾ തന്നെ കർത്താവെ അങ്ങ് ആ വീൽ ചെയറിൽ നിന്ന് മക്കളെ അവിടെ നിന്ന് കർത്താവെ എഴുന്നേൽപ്പിക്കുന്നല്ലോ. ആ കാലുകൾക്ക് ബലമോടെ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തെ തളർന്ന അവസ്ഥകൾ, മരവിച്ച അവസ്ഥകളൊന്നും മാറട്ടെ. കാലുകൾക്ക് നടുവിന് ഇപ്പോഴേ ദൈവിക ശക്തി അവിടെ നിന്ന് വെളിപ്പെടട്ടെ. അപ്പം ഇപ്പോഴാ വീൽ ചെയർ വിട്ടി മക്കളവിടെ നിന്ന് എഴുന്നേൽക്കട്ടെ. ഇപ്പോൾ തന്നെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ശരീരമൊന്ന് ഫ്രീ ആവാൻ കൽപ്പിക്കുന്നപ്പോൾ അത്ഭുത രോഗസൗഖ്യമൊന്ന് നൽകിയതിനായി സ്തോത്രം. അനുഗ്രഹിച്ച വൻകൃപകൾക്കായി നന്ദി അപ്പം. അത്ഭുത സാക്ഷ്യങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി നന്ദി. ഈ മക്കളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു കർത്താവ്. ഇന്നത്തെ ദിവസം മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറ്റിയതിനായി സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മളോട് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക. മാത്രമല്ല നമ്മളെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നമ്മൾ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. മാത്രമല്ല അതിൽ വാട്സപ്പും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയം, ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് അറിയിക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.